കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ഇലക്ട്രിക് SUV ആണ്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ വിറ്റാരയുടെ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ഒന്നാമനാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട് അവർ ഈ ഒരു ലെഗസി തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. ശരിക്കും 40 വർഷത്തിലേറെ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഇങ്ങനെ നിലനിൽക്കുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. 19 വാഹനങ്ങളിലേറെ പോർട്ട്ഫോളിയോ ഉള്ള വലിയ ഓട്ടോമേക്കർ. അവർക്ക് ഇതുവരെ ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൾട്ടി ഫ്യൂവൽസിലും, അതായത് CNGയിലാണെങ്കിലും സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ വാഹനങ്ങൾ അവതരിപ്പിച്ച് മാരുതിക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. എന്നാൽ അവിടെ ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനം വരുന്നു എന്ന് അതിൻ്റെ ഒരു മാതൃകാ മോഡൽ നമ്മളെ കാണിച്ചു ഒരു ഓട്ടോ എക്സ്പോയിൽ. അന്നു മുതൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. 2025 ഓട്ടോ എക്സ്പോയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ മോഡലും കാണിച്ചു. ശേഷം ഈ വർഷം തന്നെ മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര ലോഞ്ച് ചെയ്യും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ വലിയ കാലതാമസമാണ് നേരിട്ടത്. ഓഗസ്റ്റ് 26, 2025 ഗുജറാത്തിലെ ഹസൽപൂർ പ്ലാന്റിൽ വെച്ച് ശരിക്കും മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ പ്രൊഡക്ഷൻ ഫ്ലാഗ് ഓഫ് ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഗുജറാത്തിലെ ഹസൽപൂരിലുള്ള ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ്. ശരിക്കും ഇവിടെ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ്ലൈനോട് കൂടി നിർമ്മിക്കുന്ന ഈ വിറ്റാര 100ലേറെ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യാൻ പോകുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയ ശേഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം എന്നുള്ള ഒരു മാരുതി സുസുക്കിയുടെ തീരുമാനവുമാണ് ഈ കാലതാമസത്തിനുള്ളിൽ എന്ന് പറയുന്നു. ശരിക്കും 7000ഓളം ഈ വിറ്റാരകൾ കയറ്റുമതി ചെയ്യപ്പെട്ടു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ വരാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ജനം ഉറ്റുനോക്കുന്നത്. അവർ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തത് മാരുതി നെക്സ അരീന ഷോറൂമുകൾ ഇന്ത്യയിലുടനീളമായിട്ട് ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. ഇത്ര അധികം സർവീസ് പോയിന്റുകളും ഷോറൂമുകളും ഉള്ള വലിയ ഒരു ശൃംഖല മറ്റൊരു വാഹന നിർമ്മാതാക്കൾക്കും അവകാശപ്പെടാനില്ല. ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും മാരുതി സുസുക്കിയുടെ സർവീസ് പോയിന്റുകളുണ്ട്, ഷോറൂമുകളുണ്ട്. അവിടെ കൂടി എല്ലാം തന്നെയും മാരുതി സുസുക്കിയുടെ ചാർജിംഗ് പോയിന്റുകൾ കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് മാരുതി സുസുക്കി നടത്തുന്നത്. കാശ്മീർ ടു കന്യാകുമാരി എവിടെ വെച്ചാണെങ്കിലും ഈ വിറ്റാര ചാർജ് ചെയ്യാൻ അവരുടെ കസ്റ്റമേഴ്സിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ ചിന്തയിൽ കൂടിയാണ് അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷമാണ് ഈ വിറ്റാര ലോഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും ജനുവരി 2026 ഈ വിറ്റാര എത്താൻ പോകുന്നു. $543 കിലോമീറ്റർ ARAI സർട്ടിഫൈഡ് റേഞ്ച് പറയുന്ന മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഈ വിറ്റാരയ്ക്ക് വേണ്ടി രാജ്യത്തുടനീളം സർവീസ് നെറ്റ്വർക്കുകളും അതേപോലെ തന്നെ ചാർജിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിരിക്കുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. 2030 4 EV വാഹനങ്ങൾ ഇറക്കുമെന്നാണ് മാരുതി സുസുക്കി പറയുന്നത്. EV ചാർജിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി എൻഡ് ടു എൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മാരുതി സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. 13 ലീഡിംഗ് ചാർജിംഗ് ഓപ്പറേറ്റേഴ്സുമായി അവർ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. 2000-ലധികം എക്സ്ക്ലൂസീവ് ചാർജിംഗ് പോയിന്റ്സ് രാജ്യത്തുടനീളമുള്ള ഡീലർഷിപ്പ് നെറ്റ്വർക്കിലൂടെ ലഭ്യമാണ്. 2030 1 ലക്ഷം ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് മാരുതി സുസുക്കി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 100 നഗരങ്ങളിലായി 10 കിലോമീറ്റർ ഇടവിട്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. 1.5 ലക്ഷം സ്പെഷ്യലി ട്രെയിൻഡ് EV വർക്ക്ഫോഴ്സ് ആണ് മാരുതി സുസുക്കി തയ്യാറാക്കിയിരിക്കുന്നത്. 1500-ലധികം EV റെഡി സർവീസ് വർക്ക്ഷോപ്പുകൾ 1100 നഗരങ്ങളിലായിട്ട് അവർ സജ്ജമാക്കി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി അതുപോലെ
അതുപോലെ തന്നെ ഒരു സ്പെഷ്യലി മാരുതി സുസുക്കിയുടെ ഒരു ആപ്പ് E4Me എന്ന ഒരു ആപ്പും കൊണ്ടുവരുന്നു. പലതരത്തിലുള്ള ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ആപ്പാണ്. ആ ആപ്പിലൂടെ രാജ്യത്തുടനീളമുള്ള എല്ലാ സർവീസ് നെറ്റ്വർക്കിലൂടെയും എല്ലാം തന്നെയും വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടിയാണ് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. വളരെ മികച്ച റേഞ്ച് നൽകുവാൻ പര്യാപ്തമാണ് മാരുതി സുസുക്കി ഈ വിറ്റാരയിലെ ഹൈ കപ്പാസിറ്റി ബാറ്ററി. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ബാറ്ററി ഡിസൈൻ മികച്ച ആക്സിലറേഷനും ദീർഘകാല ബാറ്ററി ആയുസിനും അതുപോലെ തന്നെ ഡൈനാമിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനും ഏറ്റവും മികച്ചതാണ്. അഡ്വാൻസ്ഡ് തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ ലോ അയൺ കൂളന്റ് എക്സ്ട്രീം വെതർ കണ്ടീഷൻസിലും മികച്ച പെർഫോമൻസ് ഉറപ്പു നൽകുന്നു. സൈഡ് ഇമ്പാക്ട് അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള കൊളിഷൻ ഉണ്ടാകുന്ന സമയത്ത് ബാറ്ററിയുടെ ഷോക്ക് അബ്സോർബിംഗ് ബാറ്ററി പാക്ക് മൗണ്ടിംഗ് സ്ട്രക്ചർ ഏറ്റവും നല്ല സുരക്ഷ നൽകുന്നു. അതുപോലെ തന്നെ IP67 റേറ്റിംഗ് ലഭിച്ചതാണ് ഇതിനകത്ത് ബാറ്ററി. നെയിൽ പെനട്രേഷൻ, കംപ്രഷൻ ടെസ്റ്റ്, വാട്ടർ സബ്മർജൻസ് ടെസ്റ്റ് എന്നിവയിലൂടെ എല്ലാം കടന്നുപോയി IP67 റേറ്റിംഗ് നേടിയിട്ടുള്ളതാണ് മാരുതി സുസുക്കി ഈ വിറ്റാരയിലെ ഇലക്ട്രിക് ബാറ്ററി. മാരുതി സുസുക്കി ഈ വിറ്റാര എത്തുന്നത് 2 ബാറ്ററി പാക്കിലാണ്. 49 കിലോ വാട്ട് അവറിലുള്ള ബാറ്ററിയും 61 കിലോ വാട്ട് അവറിലുള്ള ബാറ്ററിയും വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിക്കുന്നുണ്ട്. 61 കിലോ വാട്ട് അവറിലുള്ള ARAI സർട്ടിഫൈഡ് 500-ലധികം കിലോമീറ്റർ ഓടാൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്ന വാഹനമാണ് ഇന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഈ വാഹനത്തോട് കോമ്പീറ്റ് ചെയ്യുന്നത് ഹിൻഡായ് ക്രെറ്റ ഇലക്ട്രിക്കും MG ZS EVയും മഹീന്ദ്ര BE6ഉം അതുപോലെ തന്നെ ടാറ്റ കർവ് EVയും ഒക്കെ തന്നെയാണ്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റാണ് മാരുതി സുസുക്കി ഈ വിറ്റാര. ഈ വിറ്റാര ഇന്ത്യയിൽ നിർമ്മിക്കുന്നു, 100 രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു. ആദ്യത്തെ 7000 യൂണിറ്റുകൾ ഇപ്പോൾ അവർ കയറ്റുമതി ചെയ്തിരിക്കുന്നത് UK-യിലേക്കാണ്. ശേഷം യൂറോപ്പിലേക്കും ജപ്പാനിലേക്കും ഒക്കെ തന്നെ മാരുതി സുസുക്കി ഈ വിറ്റാര കയറ്റുമതി ചെയ്യപ്പെടും. ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഒരു ഡോമിനേഷൻ ഇതിൻ്റെ ഒരു സെയിൽസിൻ്റെ കാര്യത്തിൽ മാരുതി സുസുക്കിക്കാണ് ഉള്ളത്. ചില സമയങ്ങളിൽ അത് ഇവിടെ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ഇത്രയധികം ബ്രാൻഡുകൾ ഉണ്ടായിട്ടും അതിൻ്റെ മൊത്തത്തിൽ സെയിൽസ് വോളിയം നോക്കുമ്പോൾ 50% ഒരു കാലത്ത് വന്നിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കുറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഒരു 45%-ലേറെ മൊത്ത വാഹനങ്ങളുടെ സെയിൽസ് വോളിയം നോക്കുമ്പോൾ ഒറ്റയ്ക്ക് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ വിറ്റാരയുടെ വരവ് അത്ര നിർണായകമായിട്ടാണ് മാരുതി സുസുക്കി കാണുന്നത്. ശരിക്കും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന് കുറവാണുള്ളത്. അത് നികത്താൻ ഈ വിറ്റാര എത്തുന്നു. ഈ വിറ്റാര എത്തുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ്. ഇന്ത്യയിലുടനീളം ചാർജിംഗ് പോയിന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ നിർണായകമായിട്ടുള്ള തീരുമാനം. മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ്. ശരിക്കും മാരുതി സുസുക്കിയുടെ ഹാർടെക് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം എത്തുന്നത്. പൂർണ്ണമായും ഇലക്ട്രിക് വാഹനം എന്ന നിലയിൽ തന്നെ എത്തിയ ഈ ഒരു SUV ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് ലൈനിൽ അവരുടെ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റായിട്ടാണ് അവർ അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ വിറ്റാരയുടെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ഈ വാഹനത്തിന് ലഭിച്ചു കഴിഞ്ഞു. 7 എയർ ബാഗുകൾ, ഡ്രൈവർക്ക് നീ എയർ ബാഗ് കൂടി നൽകിക്കൊണ്ട് 7 എയർ ബാഗുകളാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. അതേപോലെ പറയാനുള്ള ഒന്ന് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. നെക്സ്റ്റ് ജെൻ സുസുക്കി കണക്ട് ആപ്പ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. 60-ലധികം ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻ ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കിയുടെ ഇവന്റിന്റെ മുന്നോടിയായിട്ട് അവർ അവിടെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹൈ
ടെൻസൈൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയും റെഡ് ഹൈലൈറ്റ് കൊടുത്ത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബോഡി ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ ബാറ്ററി ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് എങ്ങനെ ബ്രില്യൻ്റായി സേഫായിട്ട് ശരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും ഉണ്ടായിരുന്നു. വളരെ സേഫായിട്ട് വെൽ പാക്ഡായിട്ട് തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഈ ഒരു ബാറ്ററി പാക്ക് അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ട്രക്ചറൽ ഡിസൈൻ ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. ബാറ്ററി പാക്ക് മൗണ്ടഡ് അഡ്വാൻസ്ഡ് സേഫ്റ്റി ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. മാരുതി സുസുക്കി ചാർജിങ് ഏറ്റവും സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് E4Me എന്നൊരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള 1500 ചാർജിങ് സ്റ്റേഷനുകളുമായിട്ട് ഇതിനെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാശ്മീർ ടു കന്യാകുമാരി ഏതൊരു സ്ഥലത്തും E4Me എന്ന ആപ്പ് ഉപയോഗിച്ച് വളരെ സുതാര്യമായി നമുക്ക് ഇതിൻ്റെ ചാർജിങ് സാധ്യമാക്കാൻ സാധിക്കും. ഇതിൽ സ്മാർട്ട് ഹോം ചാർജർ വന്നിട്ടുണ്ട്. റിമോട്ട് ആക്സസോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഹോം ചാർജർ കൊണ്ടുവന്നിരിക്കുന്നു. പ്ലഗ് ആൻഡ് പ്ലേ ഫാസ്റ്റ് DC ചാർജറും ഉണ്ട്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഡീലർഷിപ്പുകളിലെല്ലാം തന്നെയും നമുക്ക് ഈ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ E4Me എന്ന ആപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ മൾട്ടിപ്പിൾ ചാർജിങ് നീഡ്സ് എന്ന് അവർ പറയുന്നു. നമ്മളിപ്പോൾ ഒരു EV വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് വലിയൊരു ടെൻഷനാണ്. ഇത്രയധികം EV വാഹനങ്ങൾ ഇവിടെ വന്നു, പല പല വാഹന ബ്രാൻഡുകൾ അവരുടേതായിട്ടുള്ള EV ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. എങ്കിലും നഗരങ്ങളിലല്ലാണ്ട് ഇന്നും പ്രാദേശിക തലത്തിൽ ശരിക്കും EV ചാർജിങ് ഒരു പ്രശ്നം തന്നെയാണ്. അടുത്ത EV ചാർജിങ് എത്ര ദൂരത്തിലാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ആശങ്കയാണ്. അത്തരം ആശങ്കകൾക്കെല്ലാം വിരാമം ഇടുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഒരു EV വാഹനം കൊണ്ടുവരുമ്പോഴും. അതുപോലെ തന്നെ E4Me എന്ന അവരുടെ ആപ്പിൻ്റെ ഇത്രയും ഒരു അക്സെപ്റ്റൻസ്, പലരും അത് പരീക്ഷിച്ചു, വളരെ റിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ഈ ആപ്പ് ഉപയോഗിച്ച് ചാർജിങ് സ്റ്റേഷനിലൂടെ അവർക്ക് ഈ വാഹനം ചാർജ് ചെയ്യാൻ സാധിച്ചു. അതിലേറെ പറയുന്നു റിയൽ ലൈഫിൽ ഈ ARI സർട്ടിഫൈഡ് അതിൻ്റെ ഒരു റേഞ്ച് ഒന്നും കിട്ടാറില്ല. പക്ഷേ ഈ വാഹനത്തിൽ കൃത്യമായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നു 100% ചാർജിലാണ് നമുക്ക് ഈ വാഹനം കിട്ടിയത്. ഞാനിപ്പോൾ രാവിലെ ഒരു 60 കിലോമീറ്റർ ആണ് ഇത് ഓടിച്ചത്. അതിനകത്ത് കൃത്യമായിട്ട് 482 കിലോമീറ്റർ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും എന്ന് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ 100% ഫുൾ ചാർജിൽ ഈ വാഹനത്തിന്റെ ഉയർന്ന ബാറ്ററി പാക്കിലുള്ള വാഹനം ഓടിക്കുമ്പോൾ, വാഹനം രാവിലെ എടുക്കുമ്പോൾ അതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിച്ച കണക്കാണ്. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് അത്രയും തന്നെ ചാർജ് ലഭിക്കും എന്ന് അനുമാനിക്കാം. ഇപ്പോൾ രാവിലെ ഒരു 60 കിലോമീറ്റർ ദൂരം ഓടിച്ചു. ഇനിയും ഹോട്ടലിലേക്ക് വീണ്ടും ഒരു 60 കിലോമീറ്റർ കൂടി ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് എനിക്ക് അതിൻ്റെ റേഞ്ച് പറയാൻ പറ്റും. മാരുതി സുസുക്കി വാഹനങ്ങൾക്ക് സേഫ്റ്റി റേറ്റിംഗിന്റെ കാര്യത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് അവർ വലിയ നേട്ടങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ മാരുതി സുസുക്കി ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുവരുമ്പോൾ അതും എത്രത്തോളം സേഫാണ് എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈനിങ് തന്നെ അതിൻ്റെ ബാറ്ററി പാക്ക് സേഫായിട്ട് എങ്ങനെ മോൾഡ് ചെയ്തിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഹാർട്ടക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറൽ ബോഡി നമ്മളവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിൽ റെഡ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ ടെൻസൈൽ സ്റ്റീൽ കൊണ്ടാണ്. ശരിക്കും ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ 50% ഹൈ ടെൻസൈൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിനകത്തേക്ക് സുരക്ഷയ്ക്കായിട്ട് 7 എയർ ബാഗുകൾ വരുന്നു. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വരുന്നു. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നു. ഈ കോൾ ഫംഗ്ഷനാലിറ്റി ഇതിനകത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഓൾ ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭാരത് എൻക്യാപ്പിൽ ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗും ലഭിച്ചിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഭംഗിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് വളരെ ഒരു കരുത്തനായിട്ടൊരു മസ്കുലാർ ഫീലുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു SUV എന്ന് തോന്നുന്നു. ഒറ്റ കാഴ്ചയിൽ ഇതിനൊരു 3D എഫക്റ്റൊക്കെ കൊണ്ടുവരുന്ന പോലെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ രീതി എന്ന് പറയുന്നത്. ഒരുപാട് ഒടിവുകൾ, മടക്കുകൾ. സത്യം പറഞ്ഞാൽ ഈ വാഹനത്തെ കണ്ടപ്പോൾ തോന്നിയത് ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ മസിൽ കാണിച്ചു നിൽക്കുന്ന ചില പുരുഷന്മാരെ പോലെയാണ് തോന്നിയത്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴും അവരിങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ വന്ന് ഡിസ്പ്ലേ ബോഡി അവരുടെ കാണിക്കുന്ന
തോന്നിക്കുന്നത് പോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴും അത്തരത്തിലാണ് തോന്നുന്നത്, സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴും അത്തരത്തിലാണ് തോന്നുന്നത്, മുൻഭാഗം കാണുമ്പോഴും അത്തരത്തിലാണ് തോന്നുന്നത്. മാരുതി സുസുക്കിയുടെ ഏറ്റവും ഒരു മസിൽമാൻ ലുക്കുള്ള വാഹനം എന്ന് വേണമെങ്കിൽ ഈ ഇലക്ട്രിക് SUVയെ പറയാം. അത്തരത്തിലുള്ള കുറേ മടക്കുകളും ഒടിവുകളും ബൾജിങ്ങും ഒക്കെ തന്നെയാണ്. മൊത്തത്തിലൊരു കരുത്തനായിട്ടുള്ള ഒരു SUV അവർ വിചാരിച്ചതുപോലെ മസ്കുലാർ ഫ്രെയിമിൽ ഉണ്ടാക്കിയ ലുക്കിലുണ്ടാക്കിയ ഒരു 3D എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു ലുക്കാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ. ഇൻറ്റീരിയറിലും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ വിറ്റാരയുടെ സ്റ്റൈലിങ്ങിനെ മാരുതി സുസുക്കി വിളിക്കുന്നത് പോളിഹെഡ്രൽ സ്റ്റൈലിംഗ് എന്നാണ്. എയറോഡൈനാമിക് ഡിസൈൻ ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 18 ഇഞ്ച് അലോയ് വീലും ഒക്കെ തന്നെ എയറോഡൈനാമിക് രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു വീൽ ആർച്ചൊക്കെ തന്നെ കാണാം. 18 ഇഞ്ച് എയറോഡൈനാമിക് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. മുൻഭാഗത്തെ കാര്യം പറയുകയാണെങ്കിൽ LED DRL ആണെങ്കിലും ഹെഡ് ലാമ്പുകളാണെങ്കിലും 3 പോയിന്റ് മാട്രിക്സ് LED DRL ആണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇതിനകത്തേക്ക് ഹെഡ് ലാമ്പുകളും വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു ഹൂഡ് ഡിസൈൻ ഒക്കെ നോക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ബൾജി ആയിട്ട് ക്യാരക്ടർ ലൈൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഷോൾഡേഴ്സ് ഒക്കെ തന്നെ വളരെ കരുത്തനായിട്ടുള്ള ഒരു ഷോൾഡർ ഉള്ള ഒരു വാഹനം എന്ന് പറയാം. മാരുതി സുസുക്കിയുടെ ലോഗോ ഇവിടെയായിട്ട് നമുക്ക് കാണാം. ഇവിടെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും മുൻഭാഗത്ത് ഇവിടെയെല്ലാം സെൻസേഴ്സ് കാണാം. 360 ഡിഗ്രി ക്യാമറയുണ്ട്, ADAS ലെവൽ 2 സൗകര്യങ്ങളുണ്ട്, അതിന്റെ റഡാർ ഒക്കെ ആയിട്ട് ഇവിടെയായിട്ട് കാണാം. ശരിക്കും എയറോഡൈനാമിക് ഡിസൈൻ ആണ് ഇതിന്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ORVM-ൽ സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ക്യാമറ കാണാം. ബോഡി കളേർഡ് ORVM തന്നെയാണ്. ഈ വാഹനത്തിൽ ഫ്ലഷ് ഹാൻഡിൽസ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഇവിടെ വളരെ ബോൾഡായിട്ടുള്ള ഒരു സൈഡ് ക്ലാഡിംഗ് കാണാം. ഇതിൽ ഷാർക്ക് ഫിൻ ആന്റിന, സ്പോയിലർ ഒക്കെ തന്നെ വന്നിരിക്കുന്നു. മുൻഭാഗത്ത് കണ്ടതുപോലെ 3 പോയിന്റ് മാട്രിക്സ് LED DRL കാണാം. അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലോങ് സ്ട്രിപ്പ്, അത്ര സ്ലിം ഒന്നുമല്ല. വിറ്റാര, ഈ വിറ്റാര എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്, സുസുക്കിയുടെ ബാഡ്ജിങ് ഉണ്ട്. ഇവിടെയെല്ലാം സെൻസേഴ്സ് കാണാം. ഇത്രയൊക്കെയാണ് ഇതിന്റെ പുറം കാഴ്ചയിലെ വിശേഷങ്ങൾ. കരുത്തനും മിടുക്കനും ഒക്കെ ആയിട്ടാണ് ഈ വിറ്റാരയെ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4875 mm ആണ് ഇതിൻ്റെ നീളം. വീതി 1800 mm ആണ്. ഇതിൻ്റെ പൊക്കം 1640 mm ആണ്. 2700 mm വീൽ ബേസ് ആണ് വാഹനത്തിനുള്ളത്. ടേണിംഗ് റേഡിയസ് 5.2 മീറ്റർ ആണ്. മാരുതി സുസുക്കി ഈ വിറ്റാരയിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ ഒരു ടോർക്ക് 192.5 ന്യൂട്ടൺ മീറ്റർ ആണ്. 2 ബാറ്ററി പാക്കിലുണ്ട് ഈ വാഹനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 49 kWh. അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 105.8 kW. ഉയർന്ന ബാറ്ററി പാക്ക് 61 kW അതിൻ്റെ ഒരു പവർ 128 kW. മാരുതി സുസുക്കി ഈ വിറ്റാര അവതരിപ്പിക്കുന്നത് 10 നിറങ്ങളിലാണ്. നെക്സ ബ്ലൂ എന്ന മൊണോട്ടോൺ കളറിലുള്ള വാഹനമാണ് എൻ്റെ ഒപ്പമുള്ളത്. ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ കളർ കൂടിയാണ്. 4 നിറങ്ങളിൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻ വരുന്നുണ്ട്. വൈറ്റിലും ഗ്രീനിലും അതേപോലെ തന്നെ സിൽവറിലും റെഡിലുമാണ് ബ്ലൂയിഷ് ബ്ലാക്ക് റൂഫിൽ വാഹനം എത്തുന്നത്. സ്പ്ലെൻഡഡ് മൊണോട്ടോൺ കളർ എന്ന് പറഞ്ഞാൽ സിൽവർ നിറത്തിലുണ്ട്, വൈറ്റിലുണ്ട്, റെഡിലുണ്ട്, ഗ്രേയിലുണ്ട്, ബ്ലൂയിഷ് ബ്ലാക്കിലും ഉണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സ്. മാരുതി സുസുക്കി ഈ വിറ്റാരയിൽ എയറോഡൈനാമിക്സിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ഷട്ടേഴ്സ് ഇതിൻ്റെ ഈ ഗ്രില്ലിലായിട്ട് വരുന്നു. എയറോഡൈനാമിക് അലോയ് വീൽ 18 ഇഞ്ച് അലോയ് വീലാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫ് ഡിസൈൻ ആണെങ്കിലും ഷാർക്ക് ഫിൻ ആൻറ്റിന ആണെങ്കിലും ഒക്കെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് രീതിയിൽ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇതിനകത്തെ ഓരോ കർവുകളും അത്തരത്തിൽ അവർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ
ഒരു റിയർ ഡോറിലാണ് മറ്റൊരു പ്രത്യേകത. അതായത് സെക്കൻഡ് ഡോർ ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ ഒരു ഹാൻഡിൽസ് ഇവിടെയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ബൂട്ട് സ്പേസിൻ്റെ അളവുകൾ സത്യം പറഞ്ഞാൽ അറിയില്ല, ബ്രോഷറിലൊന്നും തന്നെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഹാർമൻ്റെ ഇൻഫിനിറ്റി സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. 10 സ്പീക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു സ്പീക്കർ അവർ ഈ ബൂട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്പെയർ വീൽ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് വരുന്നു. ബൂട്ട് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സ്പേസ് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് റോ ടംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. എക്സ്റ്റീരിയർ ഡിസൈൻ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു ഇൻറ്റീരിയറുമാണ് ശരിക്കും മാരുതി സുസുക്കി ഈ വിറ്റാരയിൽ കാണുന്നത്. നമ്മൾ ഡിസൈൻ മികവ് കാണിച്ചവർ അല്പം എന്തൊക്കെയോ കൂടിപ്പോയില്ലേ എന്ന് തന്നെയാണ് തോന്നുന്നത്. ശരിക്കും ഒരു മസ്കുലാർ ഫോം ഇതിൻ്റെ ഇൻറ്റീരിയറിലും ഡോർ പാനൽസിലും ഒക്കെ തന്നെ നമുക്ക് കാണുന്നു. ഒരുപാട് ബൾജിങ്ങും ഒരുപാട് ഒരു മസിൽ ഫോമും ഒക്കെ തന്നെയാണ് ഇതിനകത്തേക്കൊക്കെ കാണുന്നത്. ഈ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ തന്നെ നോക്കുക, ഇങ്ങോട്ടൊക്കെ ഒന്ന് ബൾജ് ചെയ്തിരിക്കുകയാണ്. ഡോർ പാനൽസിലേക്ക് തന്നെയാണെങ്കിലും ഒരുപാട് സ്ട്രൈപ്സ് ഒക്കെ തന്നെ വന്നിരിക്കുന്നു. ബ്ലാക്കും ഒരു ലൈറ്റ് ബ്രൗണും ചേർന്ന ഒരു കളർ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ക്രോം എലിമെൻറ്റിനെയൊക്കെ തന്നെ ഓരോന്ന് ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവുമാണ് ഇതിനകത്തേക്ക് കാണുന്നത്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ 26.04 സെൻറ്റിമീറ്റർ ആണ്. അത്യാവശ്യം ഡ്രൈവർക്ക് വേണ്ട എല്ലാവിധ ഇൻഫർമേഷനും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് എത്ര റേഞ്ച് ഉണ്ട്, എത്ര കിലോമീറ്റർ ഇനി എത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയും ഇത് ചെയ്യുന്നു. ഇതിനകത്തേക്ക് ശരിക്കും 3 ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട്. നോർമൽ മോഡ്, എക്കോ മോഡ്, സ്നോ മോഡ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും എക്കോ മോഡിൽ ഇതിൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഒക്കെ തന്നെ നമുക്ക് സാധ്യമാകും. ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി ബൈ ഹാർമൻ്റെതാണ്. അപ്പം ഇതിൽ സ്പീക്കർ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അവർ അതിനും ഒരു പ്രത്യേകതരം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പര്യാപ്തമാണ് ഇതിനകത്തെ യൂട്ടിലിറ്റി ഏരിയ. ഇൻറ്റീരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ട്വിൻ ഡെക്ക്, അതായത് ഇതിന് ശരിക്കും 2 തട്ടുകളുണ്ട്. ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോളാണ്. ശരിക്കും ഗ്ലോസി ബ്ലാക്കിലൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഭയങ്കര നീറ്റായിട്ട് തോന്നും. ഈ ഇലക്ട്രിക് വാഹനത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ശരിക്കും ഈ ട്വിൻ ഡെക്ക് കൺസോൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു റോട്ടറി നോബ് വളരെ നന്നായിട്ട് തോന്നി. ശരിക്കും പല ഇലക്ട്രിക് വാഹനത്തിലും നമ്മൾ ഈ വെയിലിൻ്റെ ഒരു ഗ്ലെയർ ഒക്കെ അടിക്കുമ്പോൾ, അതായത് വെളിച്ചം അടിക്കുമ്പോൾ നമ്മൾ ഏത് ഇതിലേക്കാണ് പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇത് ശരിക്കും താഴേക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ്, ഡ്രൈവ്, ന്യൂട്രൽ എന്ന് ആക്കാൻ പറ്റും. കൃത്യമായിട്ട് ഡ്രൈവർക്കും അതിനെക്കുറിച്ചിട്ട് ഒരു ബോധം വരുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു ടേണിങ് അത് വളരെ നന്നായിട്ട് തോന്നി. ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എക്കോ മോഡുണ്ട്, സ്നോ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്, അതേപോലെ തന്നെ ട്രാക്ഷൻ മോഡൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇലക്ട്രോണിക് പാർക്കിംഗ് സിസ്റ്റം ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഓട്ടോ ഹോൾഡ് സൗകര്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. AC വെൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഫിക്സഡ് ഗ്ലാസ് സൺറൂഫ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വാനിറ്റി മിറർ സൗകര്യം ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വിറ്റാരിയയിലേക്ക് 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നോർമൽ മോഡ്, എക്കോ മോഡ്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്. നഗരത്തിലൂടെയൊക്കെ തന്നെയും സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഇതിനകത്തേക്ക് സാധ്യമാണ്. റീജൻ മോഡൊക്കെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഈ വാഹനത്തിലേക്ക് അവർ സ്നോ മോഡ് കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പറി സർഫസിലും സ്നോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ട്രാക്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്നോ മോഡ് ഇവിടെയായിട്ടാണ് വരുന്നത്. സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഇതിനകത്തേക്ക് സാധ്യമാണ്. സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് സിറ്റി ട്രാഫിക്കിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഇതിൻ്റെ ഒരു മിനിമം ടേണിംഗ് റേഡിയസിനെ കുറിച്ചിട്ട് എടുത്തു പറയുന്നു. 5.2 മീറ്റർ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. അപ്പോൾ മാനുവറബിലിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെ കൂടെയും ഏത് ഇടുങ്ങിയ സ്പേസിലൂടെയും കൊണ്ടുപോകാൻ ശരിക്കും ഈ വിറ്റാര കൊണ്ട് സാധ്യമായി. വ്യത്യസ്ത ഡ്രൈവ് മോഡ്സിൽ ഈ വാഹനം ഇട്ടു. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് തന്നെയാണ് ശരിക്കും ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോയത്. ഒരുപാട് ദൂരം ഓടിച്ചു. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് 1 സൈഡ് തന്നെ 60 കിലോമീറ്ററാണ് ഓടിച്ചത്. ഇനിയും ഒരു 60 കിലോമീറ്ററാണ് ഓടിക്കാനുള്ളത്. സിറ്റി ട്രാഫിക്കിലൂടെ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിലൂടെ ഒക്കെ തന്നെ വാഹനത്തിന് മികച്ച റീജൻ എനർജി ഒക്കെ ലഭിച്ചു ഈ വിറ്റാരയിൽ. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്ന കണക്കുകൾ വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പോലെ തന്നെ പറയുന്നതൊന്ന് കിട്ടുന്നതൊന്ന് അങ്ങനത്തെ ഒരു രീതിയല്ല മാരുതി സുസുക്കിയാണ് പറഞ്ഞത്. ശരിക്കും റിയൽ ലൈഫിലും അത്രയൊക്കെ തന്നെയും കിട്ടുന്നുണ്ട്. ഇത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, വെഹിക്കിൾ കൺട്രോൾ ഇതെല്ലാം തന്നെ മെച്ചമായിട്ട് തോന്നുന്നു. കുറച്ച് റിജിഡാണ്, അല്ലെങ്കിൽ കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്താണ് എൻ്റെ സ്റ്റിയറിംഗ് എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഉയർന്ന സ്പീഡുകളിലൊക്കെ വാഹനം ഭയങ്കര സ്റ്റേബിളാണ്. കോർണറിംഗ് സ്റ്റെബിലിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ വളരെ മികച്ചതാണ്. ഹൈ സ്പീഡുകളിൽ ഈ വാഹനം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്.
മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ സെക്കൻഡ് റോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. ശരിക്കും ഇതിനകത്തേക്ക് 60-40 സ്പ്ലിറ്റ് വരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. ഹാൻഡ് റെസ്റ്റോ കപ്പ് ഹോൾഡറോ കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സീറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് സ്ലൈഡ് ചെയ്യാനും റിക്ലൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ സ്ലൈഡ് ചെയ്ത് മുന്നോട്ടാക്കാം, അപ്പോൾ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ കൂട്ടാം. ഇത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കാര്യമായിട്ട് പറയുന്നു. കാലുകൾ നീട്ടിവെച്ച് വ്യക്തികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതിനെ ഒക്കെ ചെയ്യാൻ പറ്റും. 2700 mm വീൽ ബേസ് ആണ് ഇതിനകത്തേക്കുള്ളത്. മാരുതി സുസുക്കി ഈ വിറ്റാര എത്തുന്നത് ഡെൽറ്റ, സെൽറ്റ, ആൽഫ എന്നിങ്ങനെയുള്ള 3 ട്രിമുകളാണ്. ഡെൽറ്റ അതിൻ്റെ ഏറ്റവും താഴ്ന്ന ട്രിമാണ്. ഡെൽറ്റയിലേക്കാണ് കുറഞ്ഞ ബാറ്ററി പാക്ക് ആയിട്ടുള്ള 49 kW അവറിലുള്ള ബാറ്ററി എത്തുന്നത്. WLTP ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 343 മാത്രമാണ്. സെറ്റ ആൽഫ എന്നുള്ള മറ്റ് 2 ട്രിമുകളിലേക്കാണ് 69 kWh ബാറ്ററി പാക്ക് എത്തുന്നത്. ക്ലെയിംഡ് റേഞ്ച് 543 km ആണ്. 100% ഫുള്ളി ചാർജ്ഡ് ആയിട്ട് രാവിലെ വാഹനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിച്ചത് 484 km റേഞ്ച് ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. മികച്ച റേഞ്ചാണ് കിട്ടുന്നത്. ഹരിയാനയിൽ കൂടിയുള്ള മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ ഞാൻ 120 km ദൂരമാണ് ഓടിച്ചത്. രാവിലെ ഫുൾ ചാർജിൽ മാരുതി സുസുക്കി ഈ വിറ്റാര എടുക്കുമ്പോൾ അതിൽ കാണിച്ചത് 484 km റേഞ്ച് എന്നാണ്. 120 km ഓടിച്ച ശേഷം എനിക്ക് ലഭിച്ച ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 465 km ആണ്. മികച്ച റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ഈ ഇലക്ട്രിക് SUV എന്ന് പറയുന്നു. ശരിക്കും നഗരത്തിലൂടെയും ഹൈവേയിലൂടെയും സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് 160 km എന്ന് അവർ നിയന്ത്രിച്ചിരിക്കുന്ന ഹൈ സ്പീഡുകളിലൂടെയൊക്കെ ഒരുപാട് തവണ പോയ ശേഷം, അതുപോലെ സിറ്റി ട്രാഫിക്കിലൂടെയും റീജൻ എനർജിയൊക്കെ ലഭിച്ച ശേഷമാണ് എനിക്ക് ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ശരിക്കും ഇത്രയും ദൂരം ഓടിച്ചതിൽ നിന്ന് തന്നെ മാരുതി സുസുക്കി ഈ വിറ്റാര ശരിക്കും അവർ പറയുന്നത് പോലെ തന്നെ ARAI സർട്ടിഫൈഡ് അതിൻ്റെ ഒരു ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 543 ആണെങ്കിൽ പോലും റിയൽ ലൈഫിൽ എൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ പല പല മോഡുകളിൽ ഇട്ട് വാഹനം ഓടിച്ച ശേഷം ഉള്ള എനിക്ക് കിട്ടിയ ഒരു റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. മികച്ച റേഞ്ച് പറയുന്നു. അതുപോലെ തന്നെ ഉയർന്ന സ്പീഡുകളിലൊക്കെ വാഹനം സ്റ്റേബിളാണ്. NVH ലെവൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്ന് തോന്നി. സ്റ്റിയറിംഗ് അത്ര സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, വെഹിക്കിൾ കൺട്രോൾ ഇതെല്ലാം ബെറ്റർ ആയിട്ട് തോന്നി. കോർണറിംഗ് സ്റ്റെബിലിറ്റി ബെറ്റർ ആയി തോന്നി. ഉയർന്ന സ്പീഡിൽ പോലും മികച്ച ബ്രേക്കിംഗ് ഈ വാഹനത്തിന്റെ മികവായിട്ട് തോന്നി. വളരെ ശക്തനായിട്ടുള്ള കരുത്തുള്ള ഒരു വാഹനം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനം. അതിന്റെ സ്ട്രക്ചറൽ ബോഡി കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്നാൽ ഇന്റീരിയർ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ അവർ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടില്ലേ. NVH ലെവൽസ് ബെറ്റർ ആക്കുന്നതിൽ, അതിലെ ഇൻസുലേഷൻ നൽകുന്നതിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടില്ലേ എന്ന് തോന്നി. ശരിക്കും അത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാരുതി സുസുക്കിയിൽ നിന്നൊരു ഈ വിറ്റാര എത്തുമ്പോൾ അത് മധ്യവർഗത്തിന് ഏറ്റവും പ്രാപ്യമായ രീതിയിലായിരിക്കും. ശരിക്കും കോമ്പറ്റീറ്റീവ് പ്രൈസിൽ തന്നെയായിരിക്കും മാരുതി സുസുക്കി ഈ വിറ്റാര അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 14 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. 3 ട്രിമുകളിലായിട്ട് 2 ബാറ്ററി പാക്കിലായിട്ടാണ് മാരുതി സുസുക്കി ഈ വിറ്റാര എത്തുന്നത്. 14 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ വാഹനം അവർ വളരെ കോമ്പറ്റീറ്റീവായി, വളരെ അഗ്രസീവായിട്ട് പ്രൈസ് അനൗൺസ് ചെയ്യും എന്ന് തന്നെ അനുമാനിക്കുന്നു. കാരണം ഇതിൻ്റെ ചാർജിങ് നെറ്റ്വർക്കുകളും എല്ലാം തന്നെയും അവർ വളരെ സജ്ജമാക്കി, വളരെ കരുതലോടുകൂടി, വളരെ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഈ വിറ്റാര എത്തുന്നത്. മാരുതി സുസുക്കി ഈ വിറ്റാരയ്ക്കൊപ്പമുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.